ആകെ കുടുങ്ങിട്ടോ. തള്ളു വണ്ടി തള്ളാച്ച് വണ്ടി, തള്ളു വണ്ടി തല്ലിപ്പൊളി വണ്ടി, തല്ലിപ്പൊളി വണ്ടി. ഗായ്സ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഒരു 100-110 കിലോമീറ്ററിൽ സ്പീഡ് പിടിച്ചു കേട്ടോ. അത്ര സ്പീഡൊന്നുമില്ല, ആകെ ഒരു 60 സ്പീഡിലൊക്കെ അത് പോവുള്ളൂ. അങ്ങനെ പോകുമ്പോഴാണ് എന്ത് പറ്റിയത്, വണ്ടി പെട്ടെന്ന് മിസ്സിങ് വന്നു. വണ്ടി ഇങ്ങനെ ആക്സിഡൻറ്റ് വണ്ടിന് പോകണില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ കയറ്റത് സ്റ്റെക്കായി. അപ്പോൾ അങ്ങനെ ബാക്കിൽ നോക്കിയപ്പോൾ അതേ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഇത് കണ്ട്, ബൈക്ക് റിപ്പയർ. പക്ഷേ പിന്നെ ആലോചിച്ചത് ഞായറാഴ്ച എന്നുള്ളത്, ഏതാ ദിവസം ഏതാ മാസം ഒന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ വർക്ക്ഷോപ്പുകാരനെ വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞേ, ഞാൻ 4 കിലോമീറ്റർ അപ്പുറത്താണ്, നാളെ രാവിലെ എന്നെ കാണിക്കാൻ, അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ പള്ളി ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഇത് ഈ കണ്ട സ്ഥലത്ത് തന്നെ അടിക്കേണ്ടി വരും. നാളെ വർക്ക്ഷോപ്പുകാരൻ്റെ ഫസ്റ്റ് കസ്റ്റമർ നമ്മളെ കാരം. അപ്പോൾ എത്താ എൻ്റെ ആട് ഇന്നലെ പറഞ്ഞപ്പോഴേ എന്തൊക്കെ ഒരു മന്തിക്കേട് തോന്നി. ഏതായാലും നമുക്കവിടെ നിൽക്കാൻ കഴിയാൻ നോക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുമോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ. വണ്ടി എന്താണ് കംപ്ലൈൻ്റ് ഉള്ളത് നമുക്കൊന്ന് ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. ഒരു പ്രശ്നവുമില്ല, പെട്രോളൊക്കെ ഫുൾ ടാങ്കാണ്. പിന്നെ ഓയിൽ മാറ്റിയിട്ട് പഞ്ചാബിൽ നിന്ന് നമ്മൾ മാറ്റിയത് ഓയിൽ, ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്താണോ എന്താ ഒരു ഐഡിയ കേട്ടോ. ഇപ്പോൾ നോക്കണം. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലഗ്ഗർ സംഭവം ഉണ്ട്, അത് എവിടെയാണ് തന്നെ അറിയില്ല. കാരണം നമ്മളെ മറ്റേ ബൈക്കാണ് തന്നെ നമുക്ക് എല്ലാ തേങ്ങ എവിടെയൊക്കെയാന്ന് അറിയണേ, തൊട്ടടുത്ത് പിടിച്ചാൽ കിട്ടും ചെയ്യും. പക്ഷേ ഇത് വലിയ ബോഡിയൊക്കെ അയക്കണം. അപ്പോൾ നമ്മളേതായാലും ആർക്കെങ്കിലും വിളിച്ചു നോക്കാം. അത് വിളിച്ചു നോക്കാം, ആർക്കെങ്കിലൊക്കെ വിളിച്ചു നോക്കാം. നാട്ടിലത്തെ വിളിച്ചു നോക്കട്ടെ. ഒരാളുണ്ട് നാട്ടിലൊരു ഉണ്ണിയാർ ആളുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടനെ വിളിച്ചു നോക്കട്ടെ നാട്ടിലെ. ഹായ്, എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ അന്ന് 17ാമത്തെ ദിവസം കേട്ടോ. 17ാമത്തെ ദിവസം നമ്മളിപ്പോൾ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയി. നമ്മൾ വണ്ടി ഇന്നലെ ചതിക്കൂല എന്ന് പറഞ്ഞ വണ്ടി ഇന്നലെ ചതിച്ചു കേട്ടോ. വണ്ടിൻ്റെ ഫ്ലഗ് അടിച്ചു പോയി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയിരുന്നു. അപ്പോൾ ഇന്ന് കടക്കാരൻ തുറക്കുള്ളൂ എന്ന് കൺഫേം ആക്കി. ആകെ ഒരു കടയുള്ളൂ, ചെറിയൊരു അങ്ങാടിയാണ്. അപ്പോൾ നമ്മളുള്ള ബാക്ക്ഗ്രൗണ്ട് കാണുന്നവരുടെ ഒരു അടിപൊളി മല കണ്ടാൽ ഈ മഞ്ഞ കളർ മലയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ കടന്നുറങ്ങി വെച്ചാൽ ഒരു അമ്പലത്തിലാണ്, അമ്പലത്തിൻ്റെ പൂജാ റൂമാണ് അത്. അതിൻ്റെ അടുത്തുള്ള ഒരു ഈ ഷട്ടറിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇവിടുത്തെ 2-3 ആൾക്കാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇവിടെ രണ്ട് സോഫ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടാണ്ട് കിടന്നുറങ്ങി കേട്ടോ. ഫുൾ സെറ്റപ്പ് ആയിരുന്നു. ഇതിവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് അത്. ഇതിവിടുത്തെ വേറെ എന്തോ ഒരു ഓഫീസാണ്. ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി വണ്ടി നന്നാക്കണം, നേരെ പോകണം. ഗായ്സ്, അങ്ങനെ നമ്മളെ വണ്ടിൻ്റെ പണിയൊക്കെ അയച്ചു. ഇല്ല, ഈ വണ്ടി ഇതാണ് നമ്മളെ വർഷക്കാരൻ. ഈ ചേട്ടനാണ് ഇന്നലെ നമ്മളെ കിടക്കാനൊക്കെ ഹെൽപ്പ് കർണ കിടക്കാനൊക്കെ സഹായിച്ചത്. ഇത് മിലിറ്ററി രവി ദത്ത്. ചേട്ടാ നമ്മളങ്ങനെ പോകണ്ടാവും. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ വണ്ടിമ്പോൾ കയറ്റണം. ഗായ്സ്, നമ്മളങ്ങനെ പോണ വഴിക്ക് വീണ്ടും പെട്ടിട്ടോ. നമ്മൾ DO ഇപ്പോൾ ഫുള്ള് പണി നിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ് നമുക്ക് പണി നിന്നുകൊണ്ട് നിൽക്കുന്നത്. ഇന്നലെ പണിയൊന്നും ഇന്നലെ നമ്മൾ രാത്രി അവിടെ സെറ്റായി. അവിടുത്തെ ആൾക്കാർ നല്ലപോലെ സഹായിച്ചു. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയിട്ടും ഇവിടെ കട തുറന്നിട്ടില്ല. ഇന്നലെ ഞായറാഴ്ചയാണ് ഓക്കെ. ഇവിടെ തിങ്കളാഴ്ച ആയിട്ടും കട തുറന്നിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ചുരം കയറി, ആ ചുരം മൊത്തം ഇറങ്ങി വന്നേക്കാം കേട്ടോ. വണ്ടി ഓഫായതുകൊണ്ട് ഓഫാണ്. വണ്ടി ചാട്ടാണില്ല, അതാണ് പ്രശ്നം. ഫ്ലഗ് മാറ്റി ഇന്നലെ. അപ്പോൾ നമ്മളതിനെ അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് അയച്ചാൽ ഭയങ്കര റിസ്ക്കാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഉള്ള സ്പാനറൊക്കെ വെച്ച് അയച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ അടുത്ത് കുറച്ച് സ്പാനറും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തിരക്കേടില്ല. അപ്പോൾ ഞാൻ അയച്ചിട്ട് നോക്കണം എന്താ വിഷയം എന്നുള്ളത്. നോക്കട്ടെ ഏതായാലും. അങ്ങനെ തള്ളി ഒരു പരുവായി. തള്ളു വണ്ടി തള്ളാച്ച് വണ്ടി, തള്ളു വണ്ടി തല്ലിപ്പൊളി വണ്ടി, തല്ലിപ്പൊളി വണ്ടി. അല്ലാഹ് വാങ്ങി അമ്മേ. അവിടെ ഒരു വർക്ക്ഷോപ്പില്ല. നമ്മൾ അയച്ച് പ്ലഗ് അയച്ച് റെഡി ആക്കിയിട്ടും റെഡി ആവണില്ല.
ഇനി എന്താ പ്രശ്നം എന്നറിയില്ല. നമ്മളിപ്പോൾ ഷോറൂമിലേക്കാണ് ഉണ്ടിക്കൊണ്ടിരിക്കണേ. ഇവിടെ ആണെങ്കിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാ കടകളും അടവാണ്. കണ്ടില്ലേ, അധിക കടകളും ക്ലോസ് ചെയ്തിട്ടിരിക്കുക. എന്താ ചെയ്യാനൊരു ഐഡിയ ഇല്ല. അമ്മേ. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ വണ്ടി ഉണ്ടല്ലോ ഫുൾ 8-ന് പണി കഴിഞ്ഞിട്ടെന്ന്. നമ്മളിപ്പോൾ ഇന്നലെ കടന്നു കൊടുക്കുന്ന ഒരു 10-20 കിലോമീറ്റർ 25-30 കിലോമീറ്റർ ഓടിയപ്പോഴത്തേന് വണ്ടി വീണ്ടും പണിക്കായി. ഒരു ചുരം കയറി കഴിഞ്ഞപ്പോഴാണ് പണിക്കായത്. എന്നാൽ ചുരമൊക്കെ കുത്തനെ ഇറങ്ങി ഒരു അങ്ങാടിക്ക് എത്തി. മൊത്തം 4 കിലോമീറ്റർ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ വണ്ടി ഓട്ടോമാറ്റിക് ഇറങ്ങി. ബാക്കിയുള്ള ഒരു 2.5 കിലോമീറ്റർ നമ്മൾ ഉന്തിത്തള്ളി ഹോണ്ടൻ്റെ ഷോറൂം മാത്രം തുറന്നിരിക്കണേ. ബാക്കിയുള്ള സകല കട അടവാട്ടോ. ഒന്ന് തിങ്കളാഴ്ചയാണ്, പക്ഷേ തിങ്കളാഴ്ചയും ഇവിടെ അടവാണ്. എന്താ കാരണം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. എന്താ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഹോണ്ടൻ്റെ ഷോറൂം കയറ്റി നമ്മൾ പോയി. ഇന്നലെ ഒരു കടയിൽ നിന്ന് വർക്ക് ചെയ്ത ആ കടക്കാരന് ഇട്ടതൊക്കെ ലോക്കൽ സാധനങ്ങളായിരുന്നു. 200 റുപ്യക്ക് പരിപാടി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് 400 സംതിങ് ആയി. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഹോണ്ട ഷോറൂമിൽ നിന്ന് ഒറിജിനൽ സാധനങ്ങൾ ഇട്ട് ഫ്ലഗ് പറഞ്ഞ സംഭവമുണ്ട്. ഫ്ലഗ് കംപ്ലൈൻറ്റ് ആയതായിരുന്നു. അത് കംപ്ലീറ്റ് മാറ്റി ഇപ്പോൾ നമ്മളുള്ളൊരു അടിപൊളി സ്ഥലത്താട്ടോ. അപ്പോൾ മണാലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണാലി എത്തുന്നില്ല, ഇഷ്ടം പോലെ ദൂരമുണ്ട്. നല്ല അവിടെ നിന്ന് വെയിലടിച്ചുകൊണ്ട് ഒന്നും കാണില്ല കേട്ടോ. സംഭവം ഇതേ നമ്മൾ വണ്ടി ഇതാട്ടോ. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് കയറി ഇവിടെ ജേക്കെ കഴിഞ്ഞ് ഇതിലില്ലാത്തൊരു മാപ്പ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു HP എന്ന് കൊടുക്കണം, ഹിമാചൽ പ്രദേശ്. അത് നമ്മൾ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മണാലി പോയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവില്ല. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, പല ജാതി. നമ്മൾ ആഗ്ര പോകുന്നുണ്ട്, താജ്മഹൽ, പിന്നെ ചിലപ്പോൾ ഗോവ പോകുന്നുണ്ടാവും. അങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ പോകാനുണ്ട്. ഡാർജിലിംഗ് ഉണ്ട് ബംഗാളിൽ, പിന്നെ ഡെറാഡൂൺ ഉണ്ട് ഉത്തരാഖണ്ഡിൽ. അതൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. അതൊക്കെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആരും വീഡിയോ കാണൽ നിർത്തരുത്. സപ്പോർട്ട് ചെയ്യണം, കട്ട സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കാണാട്ടോ. ആകെ കുടുങ്ങിട്ടോ. ഒരു റൂട്ട് കാണിച്ചെന്നാണ് ഇപ്പോൾ. തിരിക്കാനും സ്ഥലമില്ല, ഇരിക്കാനും സ്ഥലമില്ല. ഇവിടേക്ക് ഇവിടെ ഈ സ്റ്റെപ്പാണ്. ഏത് മാപ്പാൻ്റെ തലേക്കാണ് ഇത് കൊണ്ടുപോയി വെച്ചേക്കണേ. അവിടെ കാണിട്ടോ, ജസ്റ്റ് തെറ്റി കഴിഞ്ഞാൽ തീരുമാനമാവും. അത് കിട്ടും. അതെ, ഇവനൊന്ന് സാധിച്ചെടുക്കട്ടെ, എന്നിട്ട് ബാക്കി എടുക്കാം. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് എവിടെ അറിയാം? മണ്ടി. എത്ര മണ്ടിയിട്ട് എത്ര ലിട്ടർ മണാലിക്ക്. നമ്മളിന്ന് മണ്ടിയിലാണ് താമസിക്കുന്ന. സ്ഥലത്തിൻ്റെ പേരാണ് മണ്ടി. മണ്ടിയിൽ നമ്മൾക്കൊരു മോലിയാരി കുറേ ഫുഡൊക്കെ വാങ്ങി തന്നു കേട്ടോ. ഒരു ലോഡ് ഫുഡ്, പുടുത്തം ഫുഡ്. ഇവിടുത്തെ ഒരു നല്ല എക്സ്പെൻസീവ് ഫുഡ് നമ്മൾ ഇന്നാണ് കഴിക്കുന്നത് കേട്ടോ. സംഭവം ചപ്പാത്തി എന്തോ സംഭവമാണ്, പക്ഷേ അതിൻ്റെയൊക്കെയുള്ള മിക്സ് അതിൽ കൂട്ടാനുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരു 300-400 റുപ്യേൻ്റെ ഫുഡാണ് മൂപ്പര് രണ്ടാക്കും വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ. മൂപ്പര് ഒരു മുട്ടായിക്ക് തന്നാണ്ട് ഇത് ചോറ് കഴിച്ചിട്ട് കഴിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് തന്നാണ് മൂപ്പരണ്ട് പോയി. എന്ത് ജാതി മനുഷ്യന്മാരിലുള്ള ഒരു പരിചയമില്ല. ജസ്റ്റ് കണ്ടു, കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലായി. പിന്നെ കാശ്മീർ അവിടെ പോയി എന്നൊന്നും ചോദിച്ചിട്ടില്ല. ഒറ്റയടിക്ക് നിസ്കാരമായിട്ട് എൻ്റെ ഇപ്പോൾ വരി, ഫുഡിൻ്റെ വക അങ്ങനെയല്ല പറഞ്ഞാൽ നിസ്കാരമായിട്ട് എൻ്റെ ഇപ്പോൾ വരി, നമുക്ക് ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ നിന്ന് പാളറച്ച് തീറ്റിച്ച് 30 സ്ഥലം വിട്ട് പൈസ കൊടുത്താണ്ട്
പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പള്ളിയിലുണ്ട്. ഈ പള്ളിയിലെ പണി നടക്കുകയാണ്. ഇവിടെ ഇമാമിൻ്റെ സ്ഥലം, ഇവിടെ ബാങ്കിൻ്റെ ടൈം, ക്ലോക്ക്, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ താഴ് ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടന്നുറങ്ങണ ഇവിടെ കേട്ടോ. നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം കണ്ടങ്ങൾ, ഈ ഷീറ്റ് ചൂടാണ്. അപ്പോൾ ആ ഷീറ്റ് കുറച്ചുകൂടി ഇവിടെ ഷീറ്റ് ഉണ്ടായതുകൊണ്ട് കടക്കാൻ തണുപ്പ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വന്നിട്ടോ. ഇവിടെ കടന്നുറങ്ങാൻ വലിയൊരു ഷീറ്റ് വിരിച്ചു. ഇഷ്ടംമാതിരി പുതപ്പുണ്ട്. ഈ പുതപ്പൊക്കെ എടുത്തോളി, ഒന്നും കാണില്ല കേട്ടോ. ഇതിൽ ഇഷ്ടംമാതിരി പുതപ്പുണ്ട് അവിടെ. ആ പുതപ്പൊക്കെ എടുത്തോളി എന്നൊക്കെ പറഞ്ഞ് വിരിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ നാളെ മണാലിക്ക് എന്തായാലും എത്തും. മണാലി കാഴ്ചകളൊക്കെ ഇനി ആരും വീഡിയോ സ്കിപ്പാക്കണ്ട, അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ വരും വീഡിയോസ് കാത്തിരിക്കുക. അതുവരേക്കും ഗുഡ് ബൈ.